സഫാനയും മൂന്ന് കാമുകന്മാരും അല്ലേ? മാധ്യമങ്ങളും പോലീസുകാരൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴേ അവിടെയുള്ള ആൾക്കാരോട് പറയണേ നന്നായി ഫോട്ടോ എടുക്കണേ. ആൾക്ക് വൈറലായ സന്തോഷത്തിലാണെന്നൊരു സംശയം. പിന്നെ കൂറ്റക്ക് സൗണ്ട് പോയിക്കണ്. അപ്പൊ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. എല്ലാവരും സഹകരിക്കട്ടാ. നമ്മൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ് ചെയ്യുക. പിന്നെ പോലീസുകാരും മാധ്യമങ്ങളൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു കൂസലും ഇല്ലാതെ ഏതോ വലിയ അവാർഡൊക്കെ വാങ്ങാൻ പോകണ മാതിരി നമ്മളെ നല്ല നടിമാരൊക്കെ കണ്ടില്ലേ, വലിയ വലിയ അവാർഡ് വാങ്ങാൻ പോകും. അതേ കോലത്തിലാണ് നിൽക്കുന്നത്, ചിരിച്ചോണ്ട്. ഇതൊക്കെ കാണുമ്പോൾ അന്നേരം മീതക്കുറ്റി അടിച്ച് പൊളിക്കാനാ തോന്നുന്നു അല്ലേ? ഏതൊരാൾക്കും നിങ്ങൾക്കും തോന്നുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു കൂസലും ഇല്ല. താൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന് പോലും ചിന്തിക്കാനുള്ള ഒരു കോലമില്ല. ആൾക്കാരെ പൊട്ടന്മാരാക്കിക്കൊണ്ട് ഇങ്ങനെ ചിരിക്കുക. എന്തോ ആറ്റിറ്റ്യൂഡ്. എന്താണ് ആറ്റിറ്റ്യൂഡ്? എനിക്ക് തോന്നുന്നത് നാലാൾക്കാരെ അറിഞ്ഞപ്പോൾ വൈറലായിട്ട് ആ സന്തോഷത്തിലാണോ നിൽക്കുന്നത് സംശയം. ആറ്റിറ്റ്യൂഡ് അത് വിട്ടിട്ട് ഒരു കളിയുമില്ല. എന്തായാലും ഹണി ട്രാപ്പിനായി ഇവള് വലിയ തോതിലുള്ള പ്ലാനിങ് ആണ് നടത്തിയത് അല്ലേ? ഹണി ട്രാപ്പ് തന്നെയല്ലേ ഇപ്പം ചെയ്തത് അല്ലേ? ഒരു പാവം ഒരു അംഗവൈകല്യമുള്ള ഒരു സുഹൃത്തിനെ കുപ്പിയിലാക്കിയിട്ട് ഹണി ട്രാപ്പ് അല്ലാതെ വേറെന്ത് പറയാനേ. ഞാൻ അത്തരത്തിലുള്ള തെറ്റ് ചെയ്തിട്ടാണ് എന്നെ പോലീസ് പിടിച്ചത് എന്ന ഒരു മൈൻഡും ഇല്ല. ആ മുഖത്ത് അങ്ങനത്തെ ഒരു ഭാവം തന്നെ ഇല്ല. വളരെ കൂസലായിട്ടാണ് നിൽക്കുന്നത്. എന്തൊരു കഷ്ടം. ഏതായാലും പരിപാടി നടത്തിയിട്ട് ആ സുഹൃത്തിനെ ആക്മെയിൽ ചെയ്യാനാണ് സത്യത്തിൽ ഈ സപ്ന എന്ന പെൺകുട്ടി പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. അത് ആകപ്പാടെ പാളിപ്പോയി. എന്താ ചെയ്യുക? സത്യത്തിൽ ഭിന്നശേഷിക്കാരൻ ആയതുകൊണ്ടാണ് കേസ് ഒന്നും കൂടി സ്ട്രോങ് ആയത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലേ? ഭിന്നശേഷിക്കാരെ തൊട്ട് കളിച്ചാൽ അല്ലേ ഒന്നും കൂടി ശക്തമായി നേരിടേണ്ടി വരും. ഏതായാലും ഒരു ഭിന്നശേഷിക്കാരൻ്റെ പരാതി, ഒരു ഭിന്നശേഷിക്കാരനെ മർദ്ദിച്ചു എന്നതിൻ്റെ പേരിൽ കേസ് ഒന്നും കൂടി സ്ട്രോങ് കൂടി. അതാണ് സത്യത്തിൽ. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. ഇതുപോലെ ഹണി ട്രാപ്പിൻ്റെ സംഘങ്ങളെ മുന്നിലൊക്കെ പെടാതെ നിൽക്കുക. പെട്ട് കഴിഞ്ഞാൽ പെട്ട തന്നെയാണ്. അപ്പം എല്ലാവരും ജാഗ്രത പാലിക്കുക. നമ്മളൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഇത്തരത്തിലുള്ള ആൾക്കാർ പല രീതിയിലുള്ള ആൾക്കാരാണ് സമൂഹത്തിൽ. എങ്ങനെ മറ്റേ കൈ നനയാതെ മറ്റേ പൈസ ഉണ്ടാക്കാമെന്ന് ചിന്തിച്ച് നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള ഒരുപാട് ട്രാപ്പിലാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഇത്തരത്തിലുള്ള ആൾക്കാർ മുന്നിൽ പെടാതെ നിൽക്കുക. മോശമായ രീതിയിലൊക്കെ കമൻറ്റുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോവുക. അല്ലാതെ അന്നേരം ബ്ലോക്ക് ചെയ്ത് വിടുക. ഏത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോഴും ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, വാട്സപ്പ് ആയിക്കോട്ടെ, നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ആരുടെയെങ്കിലും ചാറ്റിങ് വന്നാൽ നമുക്ക് ബ്ലോക്ക് ആക്കി വെക്കാനുള്ള ഓപ്ഷൻ തന്നെ അതിലുണ്ട്. തുടർന്ന് ചാറ്റ് ചെയ്തിട്ടല്ലേ ഇത്തരത്തിലുള്ള മോശമായ രീതിയിലേക്ക് എത്തിപ്പെടുന്നത്. അങ്ങനെയും ചിന്തിച്ചൂടെ? അപ്പം ഏതായാലും വലിയ തോതിലുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു സ്വപ്ന എന്ന പെൺകുട്ടി കരുതിയിരുന്നത്. അത് ആകപ്പാടെ പാളിപ്പോയി. പക്ഷേ ഇതെല്ലാം ആൾക്കാർ ചോദിക്കണതല്ല. ഇപ്പം ആകപ്പാടെ വൈറലായി, ഇപ്പം എയറിലും ഇനി ജയിലിലും ആകുമ്പോൾ എന്നാലും മുഖത്ത് അതിൻ്റെ ഒരു ഭാവമില്ലല്ലോ. വളരെ കൂസായിട്ട് എന്തോ വലിയ അവാർഡൊക്കെ വാങ്ങാൻ പോകാനാണ് നിൽക്കുന്നത്. എന്താ ചെയ്യുക? അപ്പോൾ ഏതായാലും നിങ്ങളൊക്കെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുക. സൗണ്ടിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതാണ് ഇങ്ങനെ ഒരു എരപ്പുളിങ്ങാരി സൗണ്ട്. ഒക്കെ ശരിയാവും, പ്രാർത്ഥിക്കുക. പിന്നെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുക. നമ്മൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും ശരിയാവും. നാളെ തന്നെ കാണാം. ഓക്കെ, ബൈ.